കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ നാളെ രാജ്യം നിശ്ചലമാകും. സർക്കാർ സ്വകാര്യ മേഖലകളിലെ ഭൂരിപക്ഷം സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറഞ്ഞ കൂലി 18,000 രൂപയാക്കുക, സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങി 12 ആവശ്യങ്ങളാണ് യൂണിയനുകൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. മോഡി സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള രണ്ടാമത് ദേശീയ പണിമുടക്ക് പൂർണ്ണ വിജയമാക്കാനുള്ള ശ്രമത്തിലാണ് തൊഴിലാളി സംഘടനകൾ. സംഘടിത അസംഘടിത മേഖലകളിലെ തൊഴിലാളികൾ, കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, അധ്യാപക അനധ്യാപക സംഘടനകൾ, ബാങ്കിംഗ്, ടെലികോം, ഇൻഷുറൻസ് മേഖലകളിലെ സംഘടനകൾ തുടങ്ങി രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. കുറഞ്ഞ വേതനം 18,000 രൂപയാക്കുക, എല്ലാ തൊഴിലാളികൾക്കും 3,000 രൂപയിൽ കുറയാത്ത പെൻഷൻ ഉറപ്പാക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങി 12 ആവശ്യങ്ങളാണ് ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വച്ചത്. ഇതിൽ ഒന്നുപോലും അംഗീകരിക്കാനോ പണിമുടക്ക് നോട്ടീസ് നൽകിയ സംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കാനോ സർക്കാർ തയ്യാറായില്ല. കഴിഞ്ഞ വർഷത്തെ പണിമുടക്കിൽ പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ തൊഴിലാളികൾ ഈ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം 2015 സെപ്റ്റംബർ 2 പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ തൊഴിലാളികളും ജീവനക്കാരും ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുള്ളതാണ് ഇപ്പോഴുള്ള നിലപാട്. CITU, AITUC, INTUC ഉൾപ്പെടെ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളാണ് ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. BJP അനുകൂല സംഘടനയായ BMS പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.